ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സലാല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് പൊറോട്ടയാണ്. അതിനു വേണ്ടി 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഏത് ബ്രാൻഡിൻ്റെ എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കണം. കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേണ്ടുന്നത് 1 കപ്പ് വെള്ളമാണ്. 250 ml 500 ഗ്രാം മൈദയ്ക്ക് 250 ml വെള്ളം കറക്റ്റാണ്. ഇത് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് കഷ്ടപ്പെട്ട് കുഴയ്ക്കുകയൊന്നും വേണ്ട, ഒരു ബോൾ പരുവമായി കിട്ടിയാൽ മതി. ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ ഓയിൽ പുരട്ടി കൊടുക്കാം. ഇത് മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനി ഈ മാവ് വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി കൊണ്ട് 2 മണിക്കൂർ മൂടി വെച്ച് കൊടുക്കണം. മാവ് നല്ലതായിട്ട് അന്നേരത്തേക്ക് സോഫ്റ്റ് ആയി കിട്ടും. ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ബോളാക്കി വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഓയിൽ തേച്ച് കൊടുത്ത് നമുക്ക് ഈ മാവ് ബോളാക്കി വെച്ച് കൊടുക്കാം. ഞാൻ 1/2 കിലോ മൈദ മാവിന് 12 പൊറോട്ടയാണ് റെഡിയാക്കുന്നത്. 12 ബോൾ കിട്ടും. ചിലർക്ക് ചെറിയ പൊറോട്ട ചെയ്യുവാണെങ്കിൽ 15 ബോൾ വരെ കിട്ടും. ഇത് 12 ബോളും ഞാൻ നല്ലതായിട്ട് ഓയിൽ തൂത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇനി ഇത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ മൈദപ്പൊടി ഇട്ട് നന്നായി പരത്തിയെടുക്കാം. എളുപ്പത്തിൽ പരത്തിയെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. ചപ്പാത്തിയുടെ ആ കട്ടിയിൽ പരത്തിയെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ മൈദമാവ് തൂകിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പരത്തിയത് വെച്ച് കൊടുക്കാം. അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇതിൽ ഓയിൽ ഞാൻ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മൈദപ്പൊടി തൂക്കി കൊടുക്കാം. ഇനി അടുത്ത ബോൾ പരത്തി ആ ചപ്പാത്തി പോലെ പരത്തിയത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഓയിൽ നല്ലതായിട്ട് എത്തണം. ഇതിൽ വീണ്ടും മൈദാപ്പൊടി തൂക്കി കൊടുക്കണം. വീണ്ടും പരത്തിയ ചപ്പാത്തി മാവ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഓയിൽ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതിനി ഒന്ന് അടച്ച് വെക്കാം. ഇത് 1 മണിക്കൂർ അടച്ച് വെക്കണം. 1 മണിക്കൂർ കഴിയുമ്പം എളുപ്പത്തിൽ നമുക്ക് ഓരോന്നായിട്ട് ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ ചുറ്റിയെടുക്കാം.
ഇതിവിടെ മിക്ക റെസ്റ്റോറൻറ്റുകളിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. മാവ് ഓരോ ചപ്പാത്തിയിൽ നിന്ന് നന്നായിട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ചുറ്റിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ പൊറോട്ട. ഇത് തണുത്താലും ഈ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന മാവ് ഒരു 20 മിനിറ്റെങ്കിലും വെച്ചിരിക്കണം. അല്ലെങ്കിൽ അന്നേരം തന്നെ കൈകൊണ്ട് പരത്തിയെടുക്കാം. പക്ഷേ 20 മിനിറ്റ് വെച്ചാൽ ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടും. ഈ ചുറ്റി വെച്ചേക്കുന്ന മാവിൻ്റെ മീതെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വേണം 20 മിനിറ്റ് വെക്കാൻ. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തി ചുട്ടെടുക്കാൻ. അതിന് ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് പരത്താൻ പറ്റാത്തവർ ചപ്പാത്തി കുഴൽ കൊണ്ട് പരത്തിയാലും മതി. നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. ഞാൻ 2 പാൻ വെച്ചിട്ടുണ്ട് എളുപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. 2 പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂടോടെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കണം. എന്നാലേ ആ ലെയർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡിയായി. ഇനി നമുക്ക് ഇങ്ങനെ ഓരോ പൊറോട്ടയും ചുട്ടെടുക്കാം. ഇൻഗ്രീഡിയൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.